ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിലുള്ള സമസ്തവും അവിടുത്തെ സ്നേഹത്തിൽ നിന്നും ഉണ്ടായി. അവനിൽ നിന്ന് തന്നെയാണ് ജീവൻ്റെ ഉത്ഭവം. ഭൂമിയിൽ അവിടുന്ന് എല്ലാത്തരം ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും പെരുകി വർദ്ധിക്കുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവം നൽകിയ ഈ ജീവിതവും ജീവനും ഇല്ലാതാക്കാൻ നമുക്കൊരാൾക്കും ദൈവം അനുമതി നൽകിയിട്ടില്ല. നമുക്കറിയാം, തികഞ്ഞ സ്വാർത്ഥതയിൽ, അസൂയയിൽ നിന്നാണ് മനുഷ്യൻ ആദ്യമായി ജീവനിൽ കൈവയ്ക്കുന്നത്. അറിയണം, എത്ര കരുതലോടെയാണ് ഒരു കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ ദൈവം വളർത്തുന്നത് എന്ന്. നമ്മൾ ഇന്ന് പരിപാലിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ നാളത്തെ ഇതിഹാസ താരങ്ങൾ ആകേണ്ടവരാണെന്ന് നാം അറിയുന്നുണ്ടോ? ക്രിക്കറ്റിലെ ഇതിഹാസ താരമായ സച്ചിൻ തെണ്ടുൽക്കർ, ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യയുടെ നാമം വിഹായസിലേക്ക് അടിച്ചുയർത്തിയ ഈ ഇന്ത്യൻ താരം മാതാപിതാക്കളുടെ 4ാമത്തെ പുത്രൻ. ഒരു പൂന്തോട്ടക്കാരൻ്റെ മകൻ, ഒരു അടുക്കളക്കാരിയുടെ മകൻ, അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ പാവപ്പെട്ട കുടുംബം 4ാമതൊരു മകനെ കൂടി ഭൂമിയിൽ
പാദം വയ്ക്കാൻ, പന്ത് തട്ടാൻ അനുവദിച്ചതിൻ്റെ ഫലമാണ് ലോകത്തിൻ്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന ഈ ഫുട്ബോൾ മാന്ത്രികൻ. തമിഴ്നാട്ടിൽ രാമേശ്വരത്തിൻ്റെ നാട്ടുവഴികളിൽ പത്രം വിറ്റ് നടന്നൊരു പയ്യൻ ആധുനിക ലോകം ഉറ്റുനോക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായി വളർന്നു വന്നു. ഓർക്കണം, അബ്ദുൽ കലാം, ദരിദ്ര കുടുംബത്തിലെ 5ാമത്തെ മകൻ. മൈക്കിൾ ജാക്സൺ, ലോകം കണ്ട എക്കാലത്തെയും മികച്ച പോപ്പ് ഗായകൻ. പോപ്പ് സംഗീതത്തിൻ്റെ താളപ്രപഞ്ചത്തിലേക്ക് സംഗീതപ്രേമികളെ നയിച്ച ഈ കലാകാരൻ മാതാപിതാക്കളുടെ 9 മക്കളിൽ 5ാമത്തെ മകൻ. അധിക പ്രസവങ്ങൾ അധികപ്പറ്റായി കരുതുന്ന ആധുനിക കാലത്ത് ഒരു കത്തിയുടെയും കത്രികയുടെയും സഹായം കൂടാതെ, ഒരു ആശുപത്രി പടി പോലും കയറാതെ 15 മക്കളെ പ്രസവിച്ച് ഒരു പ്രസവ പരമ്പര തന്നെ കാഴ്ചവെച്ച മുകുളത്ത് ഏലിക്കുട്ടി ജോസഫിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഓർക്കുക. ഈ അമ്മ 20ാം വയസ്സിൽ ഈ പ്രസവ പരമ്പര ആരംഭിച്ചത് ഒരു ഇടയലേഖനവും വായിച്ചു കേട്ടിട്ടല്ല. അരമനകളുടെ ഓഫറുകളൊന്നും ഈ കുടുംബത്തെ പ്രലോഭിപ്പിച്ചിട്ടുമില്ല. കോതമംഗലം രൂപതയിലെ തലേനാട് ലൂർഡുമാത ഇടവകംഗമായ ഏലിക്കുട്ടിയമ്മ ഇളയ മകൻ 43-കാരനായ സാബുവിന്റെ ഒപ്പമാണ് താമസം. തനി പരമ്പരാഗത വേഷമായ ചട്ടയും മുണ്ടും പിന്നെ കവണിയിൽ ഒരു സാരിപ്പിന്നും കൂടി ആയപ്പോൾ അമ്മച്ചിയുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രൗഢി. ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ അമ്മച്ചി അഭിമുഖത്തിന് റെഡി. അപ്പൊ മക്കള് മൊത്തം എത്ര പേരാ? 15 പേരുടെ പേര് ഓർത്തിരിക്കാൻ പറ്റുമോ? പേര് പറയാൻ പറ്റുമോ? മാത്തച്ഛൻ, കുര്യൻ, ഫ്രാൻസിസ്, തോമാച്ചൻ, ഏസ്യാച്ചൻ, മാർട്ടിയം, തങ്കച്ചൻ, ടോമി, മേരി, കുട്ടിയമ്മ, എൽസി, ലിസി, ലൂസി, ജോയി, സാബു. മൂത്തയാളാരാ? മാത്തച്ഛൻ. ഈ മാത്തച്ഛന് എത്രാം വയസ്സിലായിരുന്നു പ്രസവിച്ചേ? 20ാം വയസ്സില്. ഏറ്റവും ഇളയ ആളാരാ? ഏറ്റവും ഇളയത് സാബു. സാബുവിന് എത്രാം വയസ്സിലാണ് പ്രസവിച്ചേ? അതൊന്നും ഞാൻ ഓർക്കുന്നു. ബാക്കിയുള്ളതൊക്കെ 2 വയസ്സായപ്പോഴത്തേനും ഇളയത്. ഈ 15 പിള്ളേരെയും വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചത്. അതെ അതെ. ആശുപത്രി പോയിട്ടില്ല. ഒരാൾക്ക് മാത്രം പിന്നെ പ്രസവിച്ചതിന് ശേഷം ഇത്തിരി അസുഖം ഉണ്ടായിരുന്നു, ആശുപത്രി പോയുള്ളൂ. അതെ. എൻ്റെ പേര് മനോജ്. ഒഫീഷ്യൽ നെയിം സെബാസ്റ്റ്യൻ ക്ലീറ്റസ് എന്നാണ്. ഇത് ഭാര്യ സുജി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 14ാമത്തെ വർഷമാണത്. ഞങ്ങൾക്ക് 6 കുട്ടികൾ. 6 കുട്ടികളിൽ 3 പെൺകുട്ടികൾ, മൂത്ത 3 പെൺകുട്ടികൾ, ഇളയത് 3 ആൺകുട്ടികൾ. കൂടുതൽ കുട്ടികൾ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് 2004 ഞങ്ങളൊരു
ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് അവിടെ പ്രോലൈഫിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. മൊത്തം പ്രോലൈഫ് പ്രോഗ്രാമായിട്ട് തന്നെയായിരുന്നു. അന്ന് അവിടെ നടന്ന പ്രോഗ്രാമിൽ അവിടുത്തെ ശുശ്രൂഷ ചെയ്തിരുന്ന ആ ബ്രദറെ ചോദിച്ച് 10 അല്ലെങ്കിൽ 9 10 കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത സമയങ്ങളിൽ ഒരു പ്രചോദനം ഉണ്ടായ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സമയം എഴുന്നേറ്റ് ഞാനൊരാൾ മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ആരുമില്ല. അങ്ങനെ ആ സമയത്ത് ഞാൻ മാത്രമേ അവിടെ എഴുന്നേൽക്കാനുണ്ടായിരുന്നുള്ളൂ. അന്ന് മനസ്സിൽ വന്ന ഒരു ആഗ്രഹമാണ് അത്. ഞാൻ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല. വിവാഹം കഴിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അന്ന് എനിക്ക് വളരെ ചെറിയ ഒരു 24-25 വയസ്സ് പ്രായമാണ് ആ സമയത്ത്. അങ്ങനെ കല്യാണം കഴിച്ചു. ഒരു 6 മാസത്തോളം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ ആഗ്രഹിച്ച് അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ താമസിക്കണമെന്ന് സംശയം. ഞാൻ പ്രാർത്ഥന ഉണ്ടായിരുന്നു, എത്ര കുട്ടികൾ കിട്ടിയാലും സ്വീകരിക്കാം എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ജീസസ് യൂത്ത് പ്രോഗ്രാം തന്നെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കാര്യമായ രീതിയിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചു. കുഞ്ഞുങ്ങൾ 6 മാസമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾക്കൊരു ടെൻഷനും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണ്. കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, വലിയ സന്തോഷമുള്ള കുടുംബങ്ങളുണ്ടാവട്ടെ. അപ്പം തന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ 6 മക്കളുണ്ട്. അടുത്തുള്ള വീടുകളിൽ 1-2 പേരുള്ളവർ അത് കളിക്കാൻ വേണ്ടി തന്നെയാണെങ്കിൽ പോലും എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. കാര്യം ഇവിടുത്തെ ബഹളവും കാര്യങ്ങളൊക്കെ പിള്ളേർ കേൾക്കുമ്പോൾ അവർക്ക് അവിടെ ഇരിക്കപ്പുറത്തിയില്ല. കാര്യം അവർ ഇങ്ങനെ വരികയാണ്. അവർ ഇവിടെ വന്ന് കളിക്കാനും അവരുടെ കൂട്ടത്തിൽ കളിക്കാനൊക്കെ ആയിട്ട് അവർ ആഗ്രഹിക്കും. ഇവിടെയാണ് പലപ്പോഴും പിള്ളേരുടെ കളികൾ. അല്ലെങ്കിൽ ഈ ഒരു പരിസര പ്രദേശത്ത് തന്നെയാണ് കുട്ടികളുടെ കളിയും കാര്യങ്ങളൊക്കെ. ഒരു ഭവനത്തിലെ 7 മക്കൾ ചേർന്ന് ഒരു മ്യൂസിക് ബാൻഡ് രൂപപ്പെടുന്നു. നാം പിറക്കാൻ അനുവദിക്കാത്ത മക്കൾ നമ്മുടെ കുടുംബത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ തീരാ നഷ്ടമല്ലേ? Children are a blessing from God. Every children who are born into this world is called for being a blessing. We truly believe that we all are blessed, and hence we name this band as Blessed Seven. I'm on my knees begging you please. I've got to settle this thing once and for all. You got my heart, my soul, you can have it all. I'm on my knees. പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ അപമാനമർഹിച്ച് വളരേണ്ടവരല്ല. അവരെ ഇങ്ങനെ രാജകീയമായിട്ട് വളർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. എല്ലാ തലമുറയുടെയും പ്രതീക്ഷയെന്ന് പറയുന്ന അവരുടെ കാലത്തിലല്ല, മറിച്ച് വരുംകാലം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്നു, മനുഷ്യജീവൻ എത്ര ചെറുതായാലും ഒരു പ്രശ്നം ഒഴിവാക്കാൻ ആ ജീവൻ ഇല്ലാതാക്കുന്നത് കൊലപാതകമാണ്. ഇത് ഒരു കൊലപാതകം നടത്താൻ ഒരാളെ വാടകയ്ക്ക് എടുക്കുന്നത് പോലെയാണ്. നമുക്ക് ജീവൻ്റെ കാവൽക്കാരാകാം. ദൈവത്തിൻ്റെ സമ്മാനമായ മക്കളെ ആനന്ദത്തോടെ സ്വീകരിക്കാം.